ചേരുന്നത്. CITU നേതാവ് ഹരിദാസ് നമ്മോടൊപ്പം ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ജിതിൻ്റെ ബോധപൂർവം അല്ലെങ്കിൽ പ്ലാൻഡ് മർഡർ എന്നുള്ള നിലയിലാണ് അങ്ങ് മുമ്പ് പ്രതികരിച്ചത്. അതെ, കാരണം പെരുന്നാട്ടിൽ കുറച്ച് നാളുകളായിട്ട് ഈ BJP RSS സംഘം സംഘർഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് PS മോഹനെതിരായിട്ടൊരു കടന്നാക്രമണം നടത്തി. പിന്നെ നിരന്തരമായി അവർ സോഷ്യൽ മീഡിയയിൽ പാർട്ടി പ്രവർത്തകർക്കെതിരായിട്ട് അപവാദ പ്രചരണങ്ങളും അസത്യ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അവിടെ ഒരു ശുഭാനന്ദാശ്രമവുമായി ബന്ധപ്പെട്ട് ഒരു വഴിത്തർക്കം ഉണ്ടായിരുന്നു. ആ വഴിത്തർക്കത്തിൽ ശരിയായ നിലപാടല്ല അവർ സ്വീകരിച്ചത്. അപ്പോൾ അവിടെ വഴി വേണം, പക്ഷേ ഈ സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവരവിടെ ആശ്രമം പൊളിച്ച് കളയണം എന്നൊക്കെ പറഞ്ഞ് വന്നപ്പം പാർട്ടി ഒരു നിലപാട് ശരിയായിട്ട് സ്വീകരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ തൊഴിൽ മേഖല ചില പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സംഘം ആളുകളാണ് അവിടെ BJPക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് വൃത്തികേട് കാണിച്ചാൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു നേതൃത്വ സംഘമാണ്. അത് ഇന്നലെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ നിരായുധരായ ആളുകളെയല്ലേ ഇവർ ആക്രമിച്ചത്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ചില ചിത്രങ്ങൾ വരുന്നുണ്ട്. പ്രതിസ്ഥാനത്ത് FIRൽ പേരുള്ള ചിലർക്ക് DYFI ബന്ധമുണ്ട് എന്നുള്ള ചിത്രങ്ങൾ സഹിതമാണ് അത്തരം പോസ്റ്റുകൾ വരുന്നത്. ശ്രദ്ധയിൽ വന്നിരുന്നു. അല്ല, അത് പണ്ട് നമ്മൾക്കറിയാം, നമ്മുടെ കൂടെ പല ലക്ഷക്കണക്കിന് ആളുകൾ മെമ്പർഷിപ്പുള്ള ഒരു സംഘടനയാണല്ലോ. പണ്ട് അവരങ്ങനെ ആയിരുന്നു വിചാരിച്ചു. ഇപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കണോ? ചില സംഘടനയിൽ പുറത്ത് ആക്കിപ്പെട്ട ചില ആളുകളുണ്ട്. അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ചതല്ലേ, അത് ഞങ്ങളത് ഏറ്റെടുക്കണോ? ഇത് രാഷ്ട്രീയ സംഘർഷമാണെന്നുള്ളത് വ്യക്തമല്ലേ. അവിടെ ഈ മരിച്ച ഈ ജിതിൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ലല്ലോ. മർദ്ദനം ഏറ്റ കുറേ ചെറുപ്പക്കാരുണ്ടല്ലോ, അവരുടെ ഒരു ആയുധമില്ലല്ലോ. ഇത് പറഞ്ഞു തീർക്കാൻ ചെന്നല്ലേ ഈ ഇതെന്ന് പറഞ്ഞ ആൾ ദിശ. അപ്പോൾ അത് ഈ രൂപത്തിൽ വളരെ ബോധപൂർവം ഒരു പിന്നെ പരിശീലനം സിദ്ധിച്ച ഒരു കൊലയാളിക്ക് മാത്രമേ ഈ രൂപത്തിൽ മൃഗീയമായിട്ട് കൊലപ്പെടുത്താൻ കഴിയുള്ളൂ. അത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമില്ലാത്തതല്ലല്ലോ, ഇത് രാഷ്ട്രീയം തന്നെയാണ്. പിന്നെ ഇനിയും പ്രത്യേകിച്ച് നമ്മൾ രാഷ്ട്രീയം പറയണോ? ഇതാണ് എൻ്റെ രാഷ്ട്രീയം. രാഷ്ട്രീയ കൊലപാതകം എന്ന് തന്നെയാണ് CITU വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ഈ പ്രതിപട്ടികയിൽ ഉള്ള ചിലർക്ക് ഇടതുപക്ഷ അല്ലെങ്കിൽ DYFI ബന്ധമുണ്ട് എന്നുള്ള തരത്തിൽ സൂചിപ്പിക്കുന്ന ചില മുൻകാല പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് BJP കേന്ദ്രങ്ങളിൽ നിന്നും പ്രചരിക്കുന്നുണ്ട്. അവർക്കൊരുപക്ഷെ രാഷ്ട്രീയമായി മുൻപ് ബന്ധമുണ്ടായിരിക്കാം എന്നുള്ളതാണ് ഹരിദാസ് പറയുന്നത്. എന്തായാലും പോലീസിൻ്റെ FIRൽ രാഷ്ട്രീയ വിഷയങ്ങളൊന്നും തന്നെ സൂചിപ്പിക്കുന്നില്ല. വിഷയത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ്. 3 പേർ പിടിയിലായിട്ടുണ്ട്. അവർ അഖിൽ, സരൺ, ആരോമൽ എന്നിവരാണ്. ആകെ 8 പ്രതികളാണുള്ളത്. അവർ നിഖിലേഷ്, വിഷ്ണു, ശരൺ, സുമിത്ത്, മനീഷ്, ആരോമൽ, മിഥുൻ, അഖിൽ എന്നിവരാണ്. 5 പേരെ പിടികൂടാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസുള്ളത്. ശരി.